സെബൂലൂൻ ഗോത്രത്തിൽ ഗത്ത് ഹേഫറിൽ നിന്നുള്ള യോനാ പ്രവാചകൻ അമിത്ഥായിയുടെ മകനാണ്. 2 രാജാക്കന്മാർ 14:25. നസറേത്തിന് ഏതാണ്ട് 6 കിലോമീറ്റർ വടക്കാണ് ഗത്ത് ഹേഫർ. തൻ്റെ പേരിലുള്ള പുസ്തകത്തിന് പുറമെ യോനായെക്കുറിച്ചുള്ള ഏക പഴയ നിയമ പരാമർശം 2 രാജാക്കന്മാർ 14:25 ഇസ്രായേൽ രാജാവായ യൊരോബിയാം രണ്ടാമൻ്റെ ഭരണകാലത്തിലോ അല്പം മുൻപോ അദ്ദേഹം ജീവിച്ചിരുന്നു. യൊരോബിയാം രണ്ടാമൻ ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കി ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്താരമാക്കുമെന്ന യോനയുടെ പ്രവചനം നിറവേറി. 2 രാജാക്കന്മാർ 14:25 ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ദൈവം യോനായെ നിനവയിലേക്ക് അയച്ചത്. നിനവയിലെ ജനത്തോട് പ്രവചിക്കുന്നതിന് യഹോവ യോനയോട് കൽപ്പിച്ചു. നിനവയിലേക്ക് പോകുവാൻ മനസ്സില്ലാതെ യോന യാഫോവിൽ ചെന്ന് തർശീശിലേക്കുള്ള കപ്പൽ കയറി. സമുദ്രത്തിൽ കൊടുങ്കാറ്റടിച്ചു. കപ്പൽ മുങ്ങുമാറായി. രക്ഷയ്ക്കു വേണ്ടി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ യോനായോട് കപ്പൽ പ്രമാണി ആവശ്യപ്പെട്ടു. കൊടുങ്കാറ്റ് ശമിക്കാത്തതിനാൽ ദൈവകോപത്തിന് കാരണക്കാരനായ വ്യക്തിയെ കണ്ടുപിടിക്കുവാൻ ചീട്ടിട്ടു. യോനായുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ കപ്പൽക്കാർ യോനായെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിൻ്റെ കോപം അടങ്ങി. ഒരു മഹാമത്സ്യം പ്രവാചകനെ വിഴുങ്ങി. 3-ാമത്തെ ദിവസം മത്സ്യം യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു. വീണ്ടും യഹോവ കൽപ്പിച്ചതനുസരിച്ച് യോന നിനവയിലേക്ക് പോയി. യോനായുടെ പ്രസംഗം കേട്ട് ജനം അനുദപിക്കുകയും പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. താൻ പ്രവചിച്ചതുപോലെ നഗരം നശിക്കാത്തതിൽ കുപിതനായ യോന തൻ്റെ ജീവനെടുത്തുകൊള്ളുന്നതിന് ദൈവത്തോട് അപേക്ഷിച്ചു. ദ്രുത വളർച്ചയും നാശവും പ്രദർശിപ്പിച്ച ആവണക്കിലൂടെ കരുണയുടെ ആവശ്യം ദൈവം യോനായെ പഠിപ്പിച്ചു. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും എന്ന് യേശുക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. പ്രവചനത്തിൻ്റെ കർത്താവായ യോനായും 2 രാജാക്കന്മാർ 14:25 യോനായും ഒരാളല്ലെന്ന് ചില വിമർശകന്മാർ വാദിച്ചു. എന്നാൽ പാരമ്പര്യങ്ങൾ ഇരുവരും ഒരാളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. യോന പ്രവാചകൻ യൊരോബിയാം രണ്ടാമൻ്റെ കാലത്ത് പ്രവചിച്ചു എന്ന് യഹൂദ്യ വ്യാഖ്യാതാക്കൾ ഉറപ്പായി വിശ്വസിച്ചു. ഏലിയാവിനെ സൽക്കരിച്ച സാരേഫാത്തിലെ വിധവയുടെ പുത്രനാണ് യോന എന്ന് എലയേസർ റബ്ബി പറഞ്ഞിട്ടുണ്ട്. യോനായെ വിഴുങ്ങിയ മഹാമത്സ്യം ഈ ഉദ്ദേശത്തിനു വേണ്ടി ലോകസ്ഥാപനത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മഹാമത്സ്യത്തിനകത്തുവെച്ച് പ്രവാചകനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പല കഥകളും ഇന്ന് നിലനിൽപ്പുണ്ട്.